Good morning dear friends. Once again welcome back to my channel. Plus 1 improvement examination-ആയി തീവ്രമായി പഠിച്ചൊരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ സീരീസുകളാണ് ഇവ. ഇത് വീഡിയോ സീരീസിലെ 14ാമത്തതും അവസാനത്തതുമായ വീഡിയോ സീരീസാണ്. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ അക്കൗണ്ടൻസി പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കായിട്ടും തയ്യാറാകുന്നവർ മുഴുവൻ മാർക്കും വാങ്ങി പൊതുപരീക്ഷയ്ക്ക് വിജയിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുമായി ഷെയർ ചെയ്യുവാനും മറക്കരുത്. കമന്റുകളും മറ്റും അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ അവയ്ക്ക് കമന്റുകളിലൂടെയോ അല്ലാതെയോ നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താനുള്ള സാഹചര്യവും ലഭിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ 11 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പാർട്ട് 1 and 2 ചാപ്റ്റർ സമ്മറി ആൻഡ് ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് 10 years questions and answers. കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്രദമാകും എന്നുള്ളത് ഉറപ്പാണ്. വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചാപ്റ്റർ 11 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? അവയുടെ അർത്ഥം എന്താണ്? മീനിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് prepared at the end of the accounting period to determine the financial performance. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നത് ഒരു വർഷത്തിന്റെ അവസാനം ആ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, സാമ്പത്തിക ഇടപാടുകളുടെ നിലവാരം മനസ്സിലാക്കുന്നതിനായി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്സ്. ഒരു സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 1 ഇൻകം സ്റ്റേറ്റ്മെന്റ്, 2 പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും കൂടെ ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റുകളെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും. പൊസിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു പേരാണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റുകളെ രണ്ടായിട്ട് തിരിക്കുകയും പൊസിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു പേരായ ബാലൻസ് ഷീറ്റ് എന്ന പേര് നാം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇവ മൂന്നും കൂടെ ചേർന്നാൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന മറ്റൊരു പേരിൽ ഇവയെ വിളിക്കാറുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും. ഇൻകം സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് വീണ്ടും രണ്ടായി സബ് ഡിവൈഡ് ചെയ്യാം. 1 ട്രേഡിംഗ് അക്കൗണ്ട് എന്നും 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും. പൊസിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു പേരാണ് ബാലൻസ് ഷീറ്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളെയും 2 അക്കൗണ്ടുകളെയും ബാലൻസ് ഷീറ്റ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിനെയും കൂടെ ചേർത്ത് ഫൈനൽ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഇറ്റ് ഇൻക്ലൂഡ് ഫോർ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു സ്ഥാപനത്തിന്റെ ഫിക്സഡ് അസറ്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ചെലവാകുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാൽ ഇൻകേർഡ് ഫോർ റണ്ണിംഗ് ബിസിനസ്. ഒരു ബിസിനസിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അത് ഷോർട്ട് പീരീഡിലേക്കല്ല ലോങ് പീരീഡിലേക്കുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയും.
ഇൻക്രീസ് ഏണിംഗ് ഇൻ കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നത് ഒരു ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുവാനായിട്ട് സഹായിക്കുന്നു. അതിന്റെ വരുമാന സമ്പാദന മാർഗം കൂടുതൽ വളർച്ചയിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നത് ഇൻകേർഡ് ഫോർ ഏണിംഗ് പ്രോഫിറ്റ്, ലാഭം നേടുന്നതിന് മാത്രമായിട്ടാണ് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാക്കുന്നത്, ബിസിനസ്സിൽ ഉണ്ടാവുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ലോങ് ടൈം നേച്ചർ ഉള്ള എക്സ്പെൻസുകളാണ്. ദീർഘനാളത്തേക്ക് വേണ്ടി അതിന്റെ ഫലം ദീർഘനാൾ നിലനിൽക്കത്തക്ക രീതിയിൽ ചെലവഴിക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് എൻ അസറ്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇറ്റ്സ് എ ബെനിഫിറ്റ് എക്സ്റ്റെൻഡഡ് ടു മോർ ദാൻ 1 year. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്നവയാണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ വിത്തിൻ 1 year, ഒരു വർഷത്തിനുള്ളിൽ നിൽക്കുന്നവയാണ്. ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലാണ് പ്രകടമാകുന്നത്, കാണിക്കുന്നത്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറോ ട്രേഡിംഗ് അക്കൗണ്ടിലോ P&L അക്കൗണ്ടിലോ ആണ് കാണിക്കുന്നത്. അടുത്തത് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എ പാർട്ടിലും ബി പാർട്ടിലും ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസ്, നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയുന്നതുമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വിളിക്കുന്നത്. നെറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നെറ്റ് പർച്ചേസസ് എന്താണ്? ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നെറ്റ് പർച്ചേസ് ലഭിക്കും. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത് എങ്ങനെ? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് കിട്ടുന്നതോ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ കൂട്ടിയിട്ട് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ മതിയാവും. അപ്പോൾ നെറ്റ് സെയിൽസ് കിട്ടും. അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 2 സൈഡായിട്ട്, ഒന്ന് ഡെബിറ്റ് സൈഡും ഒന്ന് ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകളെല്ലാം ആണ് പ്രസന്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകങ്ങളെല്ലാം പ്രസന്റ് ചെയ്യുന്നു. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആയിരിക്കും സാധാരണ രീതിയിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഡെബിറ്റ് സൈഡിലെ മറ്റ് എക്സ്പെൻസുകളെല്ലാം അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഡിഫറൻസ് കിട്ടുന്ന എമൗണ്ടിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. തിരിഞ്ഞ് ചെലവുകൾ കൂടുതലാണ് എങ്കിൽ ഗ്രോസ് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഇൻകങ്ങളാണ്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആകും. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറയുകയും ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാകും. തിരിച്ച് എക്സ്പെൻസ് കൂടുകയും ഇൻകം കുറയുകയും ചെയ്താൽ ഗ്രോസ് ലോസ് ഉണ്ടാകും. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് എന്നാണ്. അപ്പൊ ഇത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസസ് ലെസ് റിട്ടേൺ ഉണ്ട്, റിട്ടേൺ കുറച്ചിട്ട് ബാക്കി ഓർഡർ കോളത്തിൽ കൊടുക്കുന്നു. വേജസ്, ടു വേജസ് പ്രൊഡക്റ്റീവ് വേജസ്, വേജസിനെ അല്ലെ പ്രൊഡക്റ്റീവ് വേജസ് എന്ന് വേണേൽ വിളിക്കാം. ക്യാരിയേജ്, കാർട്ടേജ്, ഫ്രൈറ്റ് എന്നും വേണേൽ വിളിക്കാം. ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി എന്നാണ് അർത്ഥം. കാർട്ടേജ് വണ്ടിക്കൂലിയുടെ ഭാഗം തന്നെയാണ്. ഫ്രൈറ്റ് ട്രെയിനിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഫ്രൈറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ, വാട്ടർ ആൻഡ് ഗ്യാസ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെലവുകൾ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തവയാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എക്സൈസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫ്രൈറ്റ്, ഡോക്ക്, കസ്റ്റംസ് ഡ്യൂട്ടീസ്. ഫാക്ടറി പവർ, ഇലക്ട്രിസിറ്റി, ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയ എല്ലാ എക്സ്പെൻസുകളും P&L അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി ഡയറക്റ്റ് ഇൻകങ്ങൾ എന്ന് പറയുന്നത് സെയിൽസ്.
സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് നെറ്റ് എഫക്ട് പുറത്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. അതിനുശേഷം അവ രണ്ടുകൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഈ എമൗണ്ട് കിട്ടുന്നത്. ഇത് ഡെബിറ്റ് സൈഡിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകളെല്ലാം ടോട്ടൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ റെഡ് കളറിൽ കാണുന്ന ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിന്റെ തുടർച്ചയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ് പി ആൻഡ് എൽ അക്കൗണ്ട്. അല്ലാതെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതല്ല. അതിന്റെ ബാലൻസിങ് ഫിഗർ ബ്രോഡ് ഡൗൺ ചെയ്ത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ബ്രോഡ് ഡൗൺ ചെയ്ത് ഇവിടെ എത്തണം. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ ആദ്യത്തെ ഐറ്റം ആയിട്ട് ഇതിനെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ കാണിക്കണം. ഗ്രോസ് ലോസ് ആണെങ്കിൽ ആദ്യമേ ഇവിടെ വരും. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ വരണം ആദ്യമേ. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ആ എമൗണ്ട് ഇവിടെ കാണിക്കണം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇൻഡയറക്റ്റ് ഇൻകങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഒരു ബിസിനസിന്റെ ഇൻഡയറക്റ്റ് ഇൻകങ്ങളാണ് ഇവിടെ കാണുന്നവയെല്ലാം. ഒരു ബിസിനസിന്റെ ഇൻഡയറക്റ്റ് ഇൻകങ്ങളാണ് ഇവിടെ കാണുന്നവയെല്ലാം. റെന്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ബാഡ് ഡെറ്റ് റിക്കവേർഡ്, മിസ്ലേനിയസ് ഇൻകം, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് ഇൻകങ്ങളാണ്. ഒരു ബിസിനസിന്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണുന്നത്. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളും പ്രസന്റ് ചെയ്യുന്ന സ്ഥലമാണ്. പി ആൻഡ് എൽ അക്കൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളും പ്രസന്റ് ചെയ്യുന്ന സ്ഥലമാണ്. അതേസമയം ട്രേഡിംഗ് അക്കൗണ്ട് ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകങ്ങളും പ്രസന്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാലറീസ്, റെന്റ്, ഇൻട്രസ്റ്റ്, ജനറൽ എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ഇൻഷുറൻസ്, അഡ്വർടൈസിംഗ്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ, ക്യാരേജ് ഔട്ട്വേർഡ്. അപ്പൊ ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. ക്യാരേജ് ഔട്ട്വേർഡ് പി ആൻഡ് എൽ അക്കൗണ്ടിലാണ്. ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, ഓഫീസ് ലൈറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ്, സൺട്രി എക്സ്പെൻസ്, ബാഡ് ഡെറ്റ്, എക്സ്പോർട്ട് ഡ്യൂട്ടി. അപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി എവിടെയായിരുന്നു? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ്, സൺട്രി ട്രേഡ് എക്സ്പെൻസ്, ഇവയെല്ലാമാണ് സാധാരണ വരുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ് ഇൻകങ്ങളും ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗണോട് കൂട്ടിക്കിട്ടുന്ന തുക ഇവിടെ കാണിക്കുന്നു. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇത് സോൾ പ്രൊപ്പറൈറ്ററുടെ കണക്കായതിനാൽ സോൾ പ്രൊപ്പറൈറ്ററുടെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നാൽ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്ന ഒരാളുടെ കണക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഈ ലാഭം മുഴുവൻ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് ഇയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ, ബാലൻസ് ഷീറ്റ് എന്ന് ഹെഡിങ് എഴുതുന്നു. ആസ് ഓൺ എന്ന് എഴുതിയിട്ട് ആ ഇയർ എഴുതുന്നു. ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ് ഉള്ള രണ്ട് ഭാഗങ്ങളാണുള്ളത്. ലയബിലിറ്റീസും എമൗണ്ടും അസറ്റ്സും എമൗണ്ടും. നമുക്ക് അസറ്റ് സൈഡിലേക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്, അതിന്റെ വേറൊരു പേര് ബുക്ക് ഡെറ്റ്സ് എന്നാണ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ബിസിനസ് പ്രമീസസ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വിൽ, കോപ്പിറൈറ്റ്, ഇവയെല്ലാം അസറ്റുകളാണ്. ഇത് കണ്ടോ, എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന അസറ്റ് മുതൽ ഏറ്റവും അവസാനം വരുന്ന സ്ഥിരതയുള്ള പെർമനന്റ് അസറ്റുകൾ വരെ ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അതായത് കറണ്ട് അസറ്റ് മുതൽ ഫിക്സഡ് അസറ്റിലേക്കാണ് നമ്മൾ ഈ ക്രമീകരിച്ച് എഴുതിയിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ലയബിലിറ്റി സൈഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ, ക്യാപിറ്റല്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു. അതിന്റെ ടോട്ടലിൽ നിന്ന് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻകം ടാക്സും നെറ്റ് ലോസും ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നു. മിച്ചം വരുന്ന ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. അതിനുശേഷം രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുവാണെങ്കിൽ ടാലി ആയിരിക്കണം. ബാലൻസ് ഷീറ്റ് ടാലി ആണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണെന്ന നിഗമനത്തിൽ നമ്മൾ എത്തുന്നു. ഈ ബാലൻസ് ഷീറ്റിലെ അസറ്റുകളുടെ ക്രമീകരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്നാണ്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് മീൻസ് പുട്ടിംഗ് ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ കോമൺ അക്കൗണ്ടിംഗ് ഹെഡ്. ഒരു പ്രത്യേക ഹെഡിലെ അസറ്റുകളെയും ലയബിലിറ്റികളെയും ക്രമീകരിക്കുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അസറ്റുകളെയും ലയബിലിറ്റികളെയും ഗ്രൂപ്പ് തിരിക്കുക, അത് തന്നെയാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും ഗ്രൂപ്പ് തിരിക്കാം. ലയബിലിറ്റികളെ ഫിക്സഡ് ലയബിലിറ്റി എന്നും കറണ്ട് ലയബിലിറ്റി എന്നും ഗ്രൂപ്പ് തിരിക്കുന്നു. അപ്പോൾ എന്താണ് മാർഷലിംഗ്? മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. മാർഷലിംഗ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് കോൾഡ് മാർഷലിംഗ്. ഒരു പ്രത്യേക രീതിയിൽ ബാലൻസ് ഷീറ്റിലെ അസറ്റിനെയും ലയബിലിറ്റിയെയും ക്രമീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മാർഷലിംഗ്. ആ രീതി എന്ന് പറയുന്ന ഒന്ന് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നു. അതായത് എളുപ്പത്തിൽ ക്യാഷായി കൺവേർട്ട് ചെയ്യാവുന്നതിന്റെ ക്രമം, ക്യാഷായിട്ട് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ രീതി, അതാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അസറ്റ്സ് മേ ബി കൺവേർട്ടഡ് ഇൻടു
ക്യാഷ്, ഇമീഡിയറ്റ്ലി ഇൻ ക്യാഷ്. അടുത്ത ഓർഡർ ഓഫ് പെർമനൻസ്, സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വളരെ സാവധാനം ക്യാഷായിട്ട് കൈമാറ്റം ചെയ്യാവുന്നതിനെയാണ് സ്ഥിരത കൂടുതൽ എന്ന് വിളിക്കുന്നത്. അത് ഗുഡ്വില്ലാണ്. അപ്പൊ ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്താണെന്ന് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാട്ട് യു മീൻ ബൈ കണ്ടിജന്റ് ലയബിലിറ്റി? കണ്ടിജന്റ് ലയബിലിറ്റീസ് വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ലയബിലിറ്റി ആവാനോ ആവാതിരിക്കാനോ സാധ്യതയുള്ളതാണ്. ലയബിലിറ്റി ദാറ്റ് ബിക്കം പേയബിൾ ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഒരു സംഭവത്തിന് ശേഷം, ഒരു സംഭവം നടന്നതിന് ശേഷം പേ ചെയ്യേണ്ടി വന്നാൽ അത് കണ്ടിജന്റ് ലയബിലിറ്റി ആയി മാറും. അടുത്ത കാൽക്കുലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ ആണ് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. വേറൊരു ഇക്വേഷൻ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പൊ 3 തരം ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഫൈനൽ അക്കൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കുകയാണ്. പ്രധാനമായിട്ടും അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപാട് ഉണ്ടെങ്കിലും 10 എണ്ണമായിട്ടാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു കാണുന്ന മുൻ വർഷത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന 10 എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് അഡ്ജസ്റ്റ്മെന്റിലാണ് സാധാരണ തരുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നവ എന്ന് പറയുന്നത് മുൻകൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതും അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നുപോയതോ ഐറ്റംസ് ആണ് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നവ. മുൻകൂട്ടി അഡ്ജസ്റ്റ് ചെയ്തവയാണെങ്കിൽ ജേണൽ പ്രിപ്പയർ ചെയ്ത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ്. അപ്പൊ ട്രയൽ ബാലൻസിൽ ഇല്ലാത്തതായ ഐറ്റംസ് ആണ് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾക്ക് കാണുന്നത്. ട്രയൽ ബാലൻസിനുള്ളിലുള്ള ഐറ്റം ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു സ്ഥലത്ത് മാത്രമേ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. കാരണം അതിന് ഒരു ആസ്പെക്റ്റേ ഉള്ളൂ. ഓൾറെഡി അത് ജേണൽ ലെഡ്ജർ ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് വരുന്നത് കൊണ്ട് അതിന്റെ ഒരു വശത്ത് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ P&L അക്കൗണ്ടിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ പ്രസന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിൽ കിടക്കുന്ന ഐറ്റംസ് ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് അതിന് 2 ആസ്പെക്റ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും P&L അക്കൗണ്ടിലും കൂടെ വരാം, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലൂടെ വരാം, അല്ലെങ്കിൽ P&L അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലൂടെ എത്താം. അവയാണ് ഉദ്ദേശിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഐറ്റത്തിലേക്ക് നമുക്ക് കടക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷത്തിന്റെ അവസാനം മിച്ചമിരിക്കുന്ന സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ അതിന് 2 ആസ്പെക്ട് ഉണ്ടാവും. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിന് താഴെയായിട്ട് എഴുതുന്നു. 2 ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രസന്റ് ചെയ്യുന്നു. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു, 2 ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. രണ്ടാമത്തെ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. വേജസ് സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ആ സ്ഥലത്ത് തന്നെ നിലവിലുള്ള വേജസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. കൊടുക്കേണ്ട സമയമായിട്ടും നമ്മൾ കൊടുക്കാത്ത എക്സ്പെൻസുകളെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൊടുക്കേണ്ട സമയമായിട്ടും പേ ചെയ്യാത്ത എക്സ്പെൻസുകളാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അഥവാ എന്ന് പറയുന്നത്. അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വേജസ് ഉണ്ടാവാം, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഉണ്ടാകാം, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ഉണ്ടാകാം. സാധാരണ കേസിൽ ഈ 4 കാണാറുള്ളൂ. അതിൽ വേജസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് സാധാരണ കാണുന്നത്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിലവിലെ വേജസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. നിലവിലെ വേജസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. രണ്ടാമത്തെ ആസ്പെക്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. രണ്ടാമത്തെ ആസ്പെക്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. നമുക്ക് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കാം. പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ എമൗണ്ട് മുൻകൂട്ടി അടയ്ക്കപ്പെട്ട പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് പ്രീപെയ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ മുൻകൂട്ടി അടയ്ക്കപ്പെട്ടത് അസറ്റ് ആയിട്ട് മാറ്റപ്പെടുകയാണ്. P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസിൽ നിന്ന് കുറച്ച് കൊടുക്കും. P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസിൽ നിന്ന് കുറച്ച് കാണിക്കണം. കാരണം കറണ്ട് ഇയറിലെ എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കണം. കാരണം ഇത് കറണ്ട് ഇയറിലെ എക്സ്പെൻസ് അല്ല, മുൻകൂട്ടി അടച്ചതെന്നാണ്. നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് മുൻകൂട്ടി അടച്ചു എന്നാണ് അർത്ഥം. അപ്പം P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കാം.
രണ്ടാമത്തെ ആസ്പെക്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന പേരിൽ കാണിക്കാം. അടുത്തത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഉപയോഗം മൂലമോ ഉപയോഗിക്കാതിരിക്കുന്നത് മൂലമോ വിലയിൽ ഉണ്ടാകാവുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രീസിയേഷൻ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. രണ്ടാമത്തെ ആസ്പെക്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഏത് അസറ്റിന്റെ ആണോ ഡിപ്രീസിയേഷൻ പറയുന്നത് ആ അസറ്റിൽ നിന്ന് തന്നെ കുറച്ച് കാണിക്കാം. അതാണ് കൺസേൺഡ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഏത് അസറ്റിന്റെ ആണോ, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചറിൽ നിന്ന് കുറയ്ക്കുക, മെഷീനറി ആണെങ്കിൽ മെഷീനറിയിൽ നിന്ന് കുറയ്ക്കുക. ഏത് അസറ്റിന്, അതാണ് കൺസേൺഡ് അസറ്റിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് കിട്ടത്തില്ലാത്ത കടങ്ങളെയാണ് പറയുന്നത്. ഇനിയും എഴുതി തള്ളേണ്ടി വരുന്ന കിട്ടത്തില്ലാത്ത കടങ്ങൾ, എഴുതി തള്ളേണ്ടി വരുന്ന കടങ്ങൾ. ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ആ തുക കുറച്ച് കാണിക്കണം. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കണം. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടം കിട്ടാതെ വരികയാണെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടാൻ വേണ്ടി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന തുകയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കണം. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇതെന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ ഇൻകം അല്ല, വരാൻ പോകുന്ന വർഷത്തെ ഇൻകം മുൻകൂട്ടി കൈപ്പറ്റിയതാണ്. അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നതുകൊണ്ട് കൊടുത്തത്. ഇത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഏത് ഇൻകവുമായിട്ടാണ്, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷനിൽ നിന്ന് കുറയ്ക്കുക, റെന്റ് ആണെങ്കിൽ റെന്റിൽ നിന്ന് കുറയ്ക്കുക, ഏതാണോ അതിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ലെസ് കൺസേൺഡ് ഇൻകം. ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, കാരണം ഇതൊരു ലയബിലിറ്റിയാണ്. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് കൊടുത്തിരിക്കുന്ന തുകയുടെ പലിശ കാണുക എന്നുള്ളതാണ്. ബിസിനസ്സിന് അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ലയബിലിറ്റി സൈഡില് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കാരണം ഓണർക്ക് പേഴ്സണൽ ആയിട്ട് കിട്ടാനുള്ളവയാണ്. അടുത്തത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഏൺ ചെയ്തു പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല. അൺഏൺഡ് ഇൻകം എന്ന് പിന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അക്രൂഡ് ഇൻകം എന്ന് വിശേഷിപ്പിക്കുന്നു. അക്രൂഡ് ഇൻകം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ കൈപ്പറ്റിയിട്ടില്ല. ഇത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് കൺസേൺഡ് ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. പി ആൻഡ് എൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആഡ് കൺസേൺഡ് ഇൻകം. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡില് വെറുതെ കാണിച്ചാൽ മതി അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അക്രൂഡ് ഇൻകം. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ബിസിനസിന്റെ ഇൻകം ആണ്, അതുകൊണ്ട് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡില് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കണം. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡില് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കേണ്ടതാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. മുൻ വർഷത്തെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത്. സെയിൽസ് ആർ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. മാർച്ച് 2010 ചോദ്യമാണ്. സെയിൽസ് ആർ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഗുഡ്സ് ആർ ഗിവൺ ആസ് എ സാമ്പിൾ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഗുഡ്സ് സാമ്പിൾ കൊടുത്താൽ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്? 2010 മാർച്ചിലെ ചോദ്യമാണ്. പർച്ചേസസ് അക്കൗണ്ടിലാണ്. ഗുഡ്സ് സാമ്പിൾ കൊടുക്കുമ്പോൾ നിലവിലുള്ള പർച്ചേസസിൽ നിന്ന് കുറയേണ്ടതാണ്. പർച്ചേസസിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസസ് കുറയുന്ന സാമ്പിൾ കൊടുത്താൽ പർച്ചേസസ് കുറയും. വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സിന്റെ അളവ് കുറയും. അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. കണ്ടോ, ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയെങ്കിൽ അത് ലയബിലിറ്റി ആണ്. 2012 മാർച്ചിലെ ചോദ്യമായിരുന്നു. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അടുത്തത് കണ്ടിജന്റ് ലയബിലിറ്റി ആർ ഷോൺ ഓൺ ദ ഫുട് നോട്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ ഡാഷ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. 2012 ചോദ്യമാണ്, മാർച്ചിലെ ചോദ്യം. ബാലൻസ് ഷീറ്റിന്റെ താഴെ ഫുട് നോട്ടായിട്ട് കണ്ടിജന്റ് ലയബിലിറ്റി കാണിക്കുന്നത് ഏത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് പ്രകാരമാണ്? ഫുൾ ഡിസ്ക്ലോഷർ എന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഈസ് നോൺ ആസ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നാണ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു. 2012 ചോദ്യമായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 2013 മാർച്ചിലെ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടെത്തുക. സ്റ്റോക്ക് ഇൻ ബിഗിനിങ് 18,000, സ്റ്റോക്ക് അറ്റ് ദി എൻഡ് 20,000, പർച്ചേസ് ലെസ് റിട്ടേൺ 60,000, ക്യാരേജ് ഓൺ പർച്ചേസ് 4,000, സെയിൽസ്
1,32,000, സെയിൽസ് റിട്ടേൺ 7,000. മാർച്ച് 2017 ചോദ്യമായിരുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 18,000, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പർച്ചേസസ് എന്ന് പറയുന്നത് 60,000, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ക്യാരിയേജ് 4,000. അപ്പോൾ മൂന്നുകൂടെ കൂട്ടി അതിൽ നിന്ന് 20,000 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 82,000 20,000 കുറയുമ്പോൾ 62,000 രൂപ ലഭിക്കുന്നു. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? നമ്മളിവിടെ കണ്ടുകൊണ്ട് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. ഇപ്പോൾ 1,32,000 മൈനസ് 7,000 ആണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 1,32,000 മൈനസ് 7,000 എന്ന് പറയുന്നത് 1,25,000 കിട്ടും. അതിൽ നിന്ന് 62,000 കുറയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 63,000 കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കുറയേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുമ്പോൾ മിച്ചമുള്ള തുക 63,000. അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗിവൺ ബിലോ in extract to take a trial balance as a trader as on 31/12/2012, debtors 9,100, bad debt 1,000, provision for bad debt 900, additional information തന്നിരിക്കുന്ന further bad debt return of the year ₹100, 10% of reserve, further bad debts, how much has been debited to the P&L അക്കൗണ്ടിൽ എന്താണ് എഴുതേണ്ടി വരുന്നത്? മാർച്ച് 2014 ചോദ്യമായിരുന്നു. അത് നമ്മൾ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. വർക്കിംഗ് നോട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രൊവിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. സൺട്രി ഡെറ്റേഴ്സ് 9,100 ആണ്, ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. അത് അതുപോലെ ഇങ്ങോട്ട് എടുത്തിടുന്നു. അതിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് ആയ 100 രൂപ കുറയ്ക്കുന്നു. സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് 100 രൂപ കുറച്ചിട്ട് ബാക്കി തുകയുടെ പ്രൊവിഷൻ കാണുക. അതാണ് ന്യൂ പ്രൊവിഷൻ. സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് കുറച്ചിട്ട് ബാക്കി തുകയുടെ പ്രൊവിഷൻ കാണുക. സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് ആയ എത്രയാണ്? 100 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ 9,000 കിട്ടുന്നു, 9,000 കിട്ടുന്നു. അതിന്റെ പ്രൊവിഷൻ കാണുന്നു. ന്യൂ പ്രൊവിഷൻ ഈസ് ഈക്വൽ ടു 9,000ന്റെ 10% ന്യൂ പ്രൊവിഷൻ 900 rupees. ഇനി ഇത് P&L അക്കൗണ്ടിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത്. ടു ബാഡ് ഡെറ്റ്, ട്രയൽ ബാലൻസിലെ ബാഡ് ഡെറ്റ് ആദ്യം എഴുതുന്നു 1000 രൂപ. അഡീഷണൽ ആഡ് ബാഡ് ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യുന്നു. അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് 100 രൂപയാണ്, അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ 1,100 രൂപയായി. അതിന്റെ കൂടെ ന്യൂ പ്രൊവിഷനൂടെ ആഡ് ചെയ്യുന്നു. ന്യൂ പ്രൊവിഷൻ 900 രൂപയാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടല് 2,000 രൂപ കിട്ടും. അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ, അതായത് ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ ഏതാണോ അത് കുറയ്ക്കുന്നു. അപ്പം മിച്ചം കിട്ടുന്ന 1,100. അപ്പോൾ P&L അക്കൗണ്ടിലെ ബാലൻസ് 1,100 രൂപയാണ്. ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഭംഗിയായിരിക്കുന്നത്. P&L അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരച്ച് അതിൽ കൃത്യമായി പ്രസന്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അടുത്ത കാൽക്കുലേഷൻ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ്. സെയിൽസ് റിട്ടേൺ sales return 1,30,000, cost of goods sold 80,000, administrative expense 25,000, loss on sale of furniture 20,000. മാർച്ച് 2012 ചോദ്യമായിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് നെറ്റ് സെയിൽസ്, ഇത് സെയിൽസ് റിട്ടേൺ അല്ല, സെയിൽസ് ആയിരുന്നു. നെറ്റ് സെയിൽസ് ലെസ് റിട്ടേൺ എന്നാണ് ഇവിടെ വരേണ്ടത്. സെയിൽസ് ലെസ് റിട്ടേൺ എന്നുള്ളതായിരുന്നു ഈ എമൗണ്ട് വരേണ്ടിയിരുന്നത്. സെയിൽസ് ലെസ് റിട്ടേൺ 1,30,000. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ലെസ് റിട്ടേൺ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെയിൽസ് ലെസ് റിട്ടേൺ എന്ന് പറയുന്നത് 1,30,000 രൂപയാണ്. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള തുകയാണ് 1,30,000. ആ തുക നമ്മളിവിടെ കാണിക്കുന്നു. നെറ്റ് സെയിൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അത് രണ്ടും നേരെ തന്നിട്ടുണ്ട്. സെയിൽസ് ലെസ് റിട്ടേൺ 1,30,000, ദാറ്റ് ഈസ് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തന്നിട്ടുണ്ട്. അപ്പോൾ 1,30,000 നിന്ന് 80,000 കുറയ്ക്കുമ്പോൾ 50,000 കിട്ടും. അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കണം. ഈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ കുറയ്ക്കുന്നില്ല, കാരണം അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാലേ കറക്റ്റ് ആകുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 25,000 കുറച്ചപ്പോൾ കിട്ടിയതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എടുത്തില്ല, കാരണം അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. അടുത്തത് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ട്രയൽ ബാലൻസും അഡീഷണൽ ഇൻഫർമേഷനും തന്നാൽ ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതാണ്. ദ ഫോളോയിങ് ബാലൻസസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ സോൾ ട്രേഡർ ആസ് ഓൺ 31/12/2015. 2015 ഒരു ട്രേഡറുടെ ബാലൻസ് അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ക്യാപിറ്റൽ 1 lakh, ക്യാഷ് ഇൻ ഹാൻഡ് 22,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, പർച്ചേസസ്
1,60,000, സെയിൽസ് 260, ഡെറ്റേഴ്സ് 31,000, ക്രെഡിറ്റേഴ്സ് 25,000, സാലറി 15,000, ജനറൽ എക്സ്പെൻസ് 13,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 32,000, വേജസ് 12,000. ട്രയൽ ബാലൻസിന്റെ ടോട്ടൽ 3,85,000. അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കുകയാണ്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് 31/12/2015 33,000 രൂപ. സാലറി പ്രീപെയ്ഡ് 2,000 രൂപ. റൈറ്റിംഗ് ഓഫ് 1,000 as bad debt and provide 3% for provision for bad and doubtful debts. നാലാമത്തത് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹1,000. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2015. മാർച്ച് 2016 ക്വസ്റ്റ്യൻ ആയിരുന്നു. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന, ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്താൽ മുഴുവൻ മാർക്കും വാങ്ങാവുന്ന ഏരിയയാണിത്. കാൽക്കുലേഷൻ ന്യൂ പ്രൊവിഷൻ കാണുന്നത് ഇങ്ങനെയാണ്. സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിലെ ബാഡറ്റ് കുറച്ചിട്ട് ബാക്കി തുകയുടെ പ്രൊവിഷൻ കാണുന്നത്. സൺട്രി ഡെറ്റേഴ്സിലെ എന്ന് പറയുന്നത് 31,000 രൂപയാണ്. അഡ്ജസ്റ്റ്മെന്റിലെ ബാഡറ്റ് എന്ന് പറഞ്ഞാൽ 1,000 രൂപയാണ്. അത് കുറച്ചപ്പോൾ 30,000 രൂപ കിട്ടി. 30,000 രൂപയുടെ 3% പ്രൊവിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30,000 രൂപയുടെ 3% കൊണ്ട് 9,000 രൂപയാണ് ഈ പ്രൊവിഷൻ. ആൻസറിലേക്ക് കിടക്കാം. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 31 ഡിസംബർ 2015. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഡെബിറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, ടു പർച്ചേസസ് 1,60,000, ടു വേജസ് 12,000. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് കൊണ്ട് ആഡ് ചെയ്തു 1,000 രൂപ, 13,000 രൂപ. ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് 260, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 33,000. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ 293. ആ എമൗണ്ട് തന്നെ ഇവിടെ എഴുതുന്നു. ഇതിൽ നിന്ന് എക്സ്പെൻസുകളുടെ ടോട്ടൽ കുറച്ചപ്പോൾ നമുക്ക് മിച്ചം കിട്ടി 1,00,000 രൂപ. അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിച്ചു. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു 1,00,000 രൂപ. എന്നിട്ട് ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ P&L അക്കൗണ്ട് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ടു സാലറി 15,000. അതിൻ്റെ കൂടെ പ്രീപെയ്ഡ് സാലറി ഉണ്ടായിരുന്നു 2,000, അത് കുറച്ചു. അങ്ങനെ 13,000 രൂപ വന്നു. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു. ജനറൽ എക്സ്പെൻസ് 13,000 രൂപ. ബാഡ് ഡെറ്റ് P&L അക്കൗണ്ടിലെ പ്രസന്റേഷൻ. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിലെ ആദ്യം എഴുതുന്നു 1,000 രൂപ. അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ ഇല്ല. അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് എഴുതി. അതിനുശേഷം ന്യൂ പ്രൊവിഷൻ എഴുതി. അഡ്ജസ്റ്റ്മെന്റിലെ പ്രൊവിഷനാണ് ന്യൂ പ്രൊവിഷൻ. അങ്ങനെ 1,900 രൂപ കാണിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ പ്രത്യേകിച്ച് വേറെ ഐറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് താഴോട്ട് എഴുതി 1,00,000 രൂപ. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. അതിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചപ്പോൾ മിച്ചം വന്ന 72,100 രൂപ നെറ്റ് പ്രോഫിറ്റ് ആണ്. അത് ക്യാപിറ്റലിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. അടുത്ത ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2015. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. അസറ്റ് സൈഡിലെ ഒന്നാമത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് അവിടെ തന്നിരിക്കുന്ന എടുത്ത് എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് 33,000. പ്രീപെയ്ഡ് സാലറി 2,000 രൂപ. ഡെറ്റേഴ്സ് 31,000 രൂപയാണ്. അതിൽ നിന്ന് ബാഡ് ഡെറ്റ് കുറയ്ക്കുന്നു 1,000 രൂപ. അതിൽ നിന്ന് ന്യൂ പ്രൊവിഷൻ കുറയ്ക്കുന്നു 900 രൂപ. അങ്ങനെ 29,100 രൂപ എന്ന് കിട്ടി. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 32,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000. ഇനി ലയബിലിറ്റി സൈഡിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഐറ്റം വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,000 രൂപ. ക്രെഡിറ്റേഴ്സ് 2,500 രൂപ. ക്യാപിറ്റൽ 1,00,000 രൂപ. അതിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു 72,100 രൂപ. ടോട്ടൽ 1,72,100 രൂപ. അങ്ങനെ ടോട്ടൽ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ കിട്ടുന്നു 1,98,100 രൂപ. എല്ലാവർക്കും ഉയർന്ന മാർക്കോടെ പരീക്ഷയ്ക്ക് പാസ്സാകാനായിട്ട് സാധിക്കട്ടെ എന്ന ആശംസകളോടെ എല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മുൻ വർഷത്തെ 10 വർഷത്തെ ചോദ്യങ്ങളുടെ ഒരു സംഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക. എല്ലാവർക്കും ഉയർന്ന മാർക്കോടെ പാസ്സാകാൻ സാധിക്കട്ടെ. ഇതിനെ തുടർന്ന് ബിസിനസ് സ്റ്റഡീസിന്റെ ബാക്കി വീഡിയോകളും ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക, ഉയർന്ന മാർക്ക് വാങ്ങുക. അങ്ങനെ എല്ലാവരും മിടുക്കരായ കൊമേഴ്സ് വിദ്യാർത്ഥികളായിട്ട് മാറുക. താങ്ക് യു.